ഞാൻ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഈ ചുണ്ടിൻ്റെ താഴെ കാണുന്ന മാർക്ക് ഒറിജിനലാണോ? ഏ ആ ഒറിജിനലാ. എന്താ ചോദിച്ചേ? നീ എന്താ ഇങ്ങനെ സ്റ്റാച്ചു പോലെ നിൽക്കുന്ന? ഞാൻ നിന്നോടാ ചോദിച്ചേ എന്താ അങ്ങനെ ചോദിച്ചതെന്ന്. ആ ഞാൻ വിചാരിച്ചു അത് നീ ഇട്ടതായിരിക്കുമെന്ന്. ഏ ഞാനോ? ആ പിന്നെ എൻ്റെ തലയ്ക്ക് ഓളാണല്ലോ ഈ ചുണ്ടിനടിയിൽ മറുകൂട്ട് നടക്കാനായിട്ട്. നീ ആയതുകൊണ്ട് അതും പറയാൻ പറ്റില്ല. നീ അതും ചെയ്യും അതിൻ്റെ അപ്പുറവും ചെയ്യും. ഏ ആ ഞാൻ ഇട്ടത് തന്നെയാണെന്നിരിക്കട്ടെ, അതിന് നിനക്കെന്താ ഇത്ര പ്രശ്നം? എൻ്റെ ചുണ്ടിൻ്റെ താഴെയല്ലേ, അല്ല നിൻ്റെ ചുണ്ടിൻ്റെ താഴെയല്ലല്ലോ. ഓ എന്താ പ്രശ്നമൊന്ന്? നിനക്കിങ്ങനെ മറുകൂട്ട് നടന്നാൽ മതിയല്ലോ. ഇത് കണ്ടു നിൽക്കുന്നവരുടെ അവസ്ഥ, ഓ ഇത് കണ്ടിട്ട് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന എൻ്റെ അവസ്ഥ എനിക്ക് മാത്രം അറിയൂ. ഇതെന്താ മറുക അതോ കാന്തമോ? ദേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വാ തുറന്ന് പറയണം, അല്ലാതെ ചുണ്ടുകൾ തമ്മിൽ അനക്കിയ ശബ്ദം പുറത്തു വരില്ല കേട്ടാ. അതുകൊണ്ട് എന്താന്ന് വാ തുറന്ന് പറ. ആ എനിക്കെന്താ പ്രശ്നം? നീ ചുണ്ടിൻ്റെ താഴെയോ കവിളിലോ എവിടെ വേണമെങ്കിലും മറുകൂത്തിക്കൊണ്ട് നടന്നു, എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ കാണുന്നവർക്കാണ് പ്രശ്നം. ഇത് കാണാൻ നല്ല വൃത്തികേടായിട്ടുണ്ട്. ഏ വൃത്തികേടോ? എൻ്റെ ഈ ബ്യൂട്ടി സ്പോട്ട് കണ്ടിട്ട് നിനക്ക് വൃത്തികേടായിട്ടാണോ തോന്നുന്നത്? അത് കാണുന്നവർക്കും കൂടെ തോന്നണ്ടേ ബ്യൂട്ടി സ്പോട്ടാണെന്ന്. നിനക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ലെങ്കിലേ നീ ഇത് നോക്കണ്ട കേട്ടോ. അതല്ല എന്നെക്കൊണ്ട് പറ്റാത്ത. ഞാൻ എത്ര നോക്കല്ലേ എന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സ് കേൾക്കണ്ടേ, അറിയാതെ നോക്കിപ്പോവും. ദേ ഞാൻ നിന്നോട് ഒരു വട്ടം പറഞ്ഞു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാ തുറന്ന് പറയണമെന്ന്, അല്ലാതെ ചുണ്ടുകൾ തമ്മിൽ അനക്കുമല്ല വേണ്ട കേട്ടോ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പറയാൻ വരുമല്ലേ. ഞാൻ എന്തായാലും നോക്കാൻ വരില്ല ഈ മറുക് കേട്ടാ. ആ അത് നീയേ എൻ്റെ ചുണ്ടിൽ നിന്നുള്ള നോട്ടം മാറ്റിക്കൊണ്ട് പറ. ഏ അത് ഞാൻ അല്ലല്ലോ, എൻ്റെ കണ്ണല്ലേ. എൻ്റെ കണ്ണ് അങ്ങനെ പല സ്ഥലത്തേക്കും പോകും, അതിന് ഞാനിപ്പോൾ എന്തു ചെയ്യാനാ? തൽക്കാലം നീ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. പിന്നെ ഇനിയും നിൻ്റെ കണ്ണുകൾ എൻ്റെ ചുണ്ടിലേക്കാണ് നോക്കുന്നതെങ്കിലേ ആ 2 കണ്ണും ഞാനങ്ങ് കുത്തിപ്പൊട്ടിക്കും. അത് നിൻ്റെ കണ്ണുകളോടൊന്ന് പറഞ്ഞേക്ക് കേട്ടാ. ഏ പറഞ്ഞ പോലെ ചെയ്യുന്ന കുരുപ്പ. നോട്ടം മാറ്റാം, അതാ എൻ്റെ കണ്ണിന് നല്ലത്. മനുഷ്യൻ ടെൻഷൻ അടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ അവനെ കൊണ്ട് വരാവുള്ളെന്ന്. അല്ലെ തന്നെ വഴി കൂടെ പോണ വള്ളിയെല്ലാം അങ്ങോട്ട് ചെന്ന് ഇരന്ന് വാങ്ങുന്ന ജാതിയാ അത്. നിള നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഞാൻ അവനോട് പറഞ്ഞതാ നമ്മുടെ കൂടെ വരാൻ. അപ്പോൾ അവൻ പറഞ്ഞു എല്ലാവരും കൂടെ പോയാൽ അവർ കാണും, അത് വലിയ പ്രശ്നമാവുന്നൊക്കെ. നീ എന്തായാലും ടെൻഷൻ അടിക്കാതെ നമുക്ക് മനുവിൻ്റെ അടുത്തേക്ക് പോവാം. എന്നിട്ട് നമുക്ക് 3 പേർക്കും കൂടെ അവനെ അന്വേഷിക്കാം. വാ സമയം കളയണ്ട. അയ്യോ ഈ ചെറിയനെ കൊണ്ട് തോറ്റ്. ഇതാരാ ഈ ടൈമിൽ വരാൻ? ആ പോയി നോക്കാം. നിങ്ങളെന്താ ഈ ടൈമിൽ ഇവിടെ? നിങ്ങൾ കോളേജിൽ പോയതല്ലേ? ഫസ്റ്റ് നീ വാതിലിനടുത്തുനിന്ന് മാറ്, അകത്തോട്ട് കയറിയിട്ട് പറയാം. എന്താണ് പറയാനുള്ള? എന്താ നിങ്ങളുടെ 2 പേരുടെ മുഖം വല്ലാതിരിക്കുന്നത്? എന്തു പറ്റി? എടാ അത് അബിയെ കാണാനില്ലടാ. എന്താ അബീനെ കാണാനില്ലെന്നാ? എങ്ങനെ? ഒന്ന് തെളിച്ചു പറയടാ പട്ടി. എടാ ഇന്ന് കോളേജിൽ കുറച്ച് ഗുണ്ടകൾ വന്നിട്ടുണ്ടായിരുന്നു. ഏതോ പാർട്ടിക്കാരുടെ ഗുണ്ടകളാണെന്ന് തോന്നുന്നത്. അവർ കോളേജ് മൊത്തം വളഞ്ഞു. പെൺകുട്ടികളെന്നില്ല എല്ലാവരെയും തല്ലാനും അടിക്കാനും ഒക്കെ തുടങ്ങി.
അവരൊരു 10-150 പേര് കാണും. എല്ലാവരുടെ കയ്യിലും കത്തിയും വാക്കത്തിയും അരിവാളും എല്ലാം ഉണ്ട്. നമ്മളെ കൊണ്ട് എതിർക്കാൻ നോക്കിയാൽ പറ്റില്ല. അപ്പോൾ അഭി പറഞ്ഞു, നീ നിളയം കൊണ്ട് കാറെടുത്തിട്ട് കോളേജിലെ പുറകിലെ വഴിയിലൂടെ പൊക്കോളാൻ. ഞാനവനെ വിളിച്ചതാ, പക്ഷെ അവൻ പറഞ്ഞു എല്ലാവരും കൂടെ പോയാൽ ഡൗട്ടാവും, നിങ്ങൾ പൊക്കോ, ഞാൻ പുറകെ വന്നോളാമെന്ന്. അപ്പം തൊട്ട് ഞങ്ങളവനെ വെയിറ്റ് ചെയ്യുക. അവനൊരു വിവരവും ഇല്ല. ഫോൺ വിളിച്ചിട്ട് റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ എടുക്കുന്നില്ല. എങ്ങോട്ട് പോയെന്ന് അറിയില്ല. ഇനി ആ കോളേജിൽ പെട്ടുപോയോ ഒന്നും അറിയില്ല. അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് നീയുമായിട്ട് ഇറങ്ങി നമുക്ക് 3 പേർക്കും കൂടെ അന്വേഷിക്കാമെന്ന് വെച്ചിട്ടാ വന്നേ. ഗുണ്ടകളാ? എൻ്റെ വത്സല കുണ്ടല സ്വാമി, അങ്ങേക്ക് കോടി കോടി പ്രണാമം. എടാ, നീ കണ്ട ആസാമിയെ വിളിച്ചുകൊണ്ടിരിക്കാതെ വരാൻ നോക്ക്. ആസാമി നിൻ്റെ മറ്റവൻ എൻ്റെ വത്സല കുണ്ടല സ്വാമികളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലാണ്. സിദ്ധനാണ്, മഹാസിദ്ധൻ. നിന്നോടൊക്കെ ഞാൻ സ്വാമിയെക്കുറിച്ച് രാവിലെ പറഞ്ഞപ്പോൾ എന്നോട് എന്തൊക്കെയാണ് പറഞ്ഞത്? എന്നിട്ടിപ്പോൾ കണ്ടോ എന്താ ഉണ്ടായതെന്ന്? സ്വാമി എന്നോട് പറഞ്ഞതാ 2 ദിവസത്തേക്ക് ഇനി കോളേജിൽ പോകണ്ട, അവിടെ അപകടം ഉണ്ടെന്ന്. എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായേ? ആ അബിക്ക് കിട്ടേണ്ട പണി എനിക്കിട്ടുള്ളതായിരുന്നു. എൻ്റെ സ്വാമി കാരണം ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ വത്സല കുണ്ടല സ്വാമികളെ നമ്മ. എടാ ദീക്ഷിത്തൻ, നീ അവൻ്റെ മണ്ടങ്കഥയും കേട്ടോണ്ടിരിക്കാതെ വരാൻ നോക്ക്. അവനെ പോയി അന്വേഷിക്കുക. ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു സ്വാമി. പിന്നെ നില, ഇവൻ പറഞ്ഞതിന് സത്യമാണോ ആ സ്വാമിയെക്കുറിച്ച്? ഇങ്ങനെ 2 മരക്കഴുതകളായിപ്പോയല്ലോ എനിക്ക് ഫ്രണ്ട്സായിട്ട് കിട്ടിയത്. വരാൻ നോക്ക്, അവനെ പോയി അന്വേഷിക്കാം. സൂര്യ ഇത് എവിടെ പോയി കിടക്കുമോ? അവൻ പോകാറുള്ള എല്ലായിടത്തും നമ്മൾ അന്വേഷിച്ചു, അവിടെ ഒന്നും അവനില്ല. എടാ, നീ അവൻ്റെ ഫോണിലേക്ക് ഒന്നും കൂടെ വിളിച്ച് നോക്കിക്കേ. ഇപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയാ. എത്ര മണിക്കൂറായി മനുഷ്യനകത്ത് കുത്തിയിരിക്കുന്നു. ചൂടെടുത്തിട്ടാണെങ്കിൽ വയ്യ. ഷർട്ടൂര. നീ എന്തേ കാണിക്കുന്നത്? നീ ഷർട്ട് ഇട്ടേ, ഫസ്റ്റ് ഷർട്ട് ഇട്. അതിന് ഞാൻ ഷർട്ട് ഊരിയ നിനക്കെന്താ പ്രശ്നം? ഒന്ന് പോടാ ചേർക്കാം. മനുഷ്യൻ ചൂടെടുത്തിട്ട് വയ്യ. ഇപ്പോഴാണ് ആശ്വാസമായ. വേണ്ട, ഊരരുത്. ഊരി. ഇപ്പം എൻ്റെ പുക കണ്ടിട്ടേ അടങ്ങൂ. നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? എനിക്കെന്താ എന്നെ കണ്ടിട്ട് വല്ല ഫീലിങ്സും തോന്നുന്നുണ്ടോ? അവിടെ നിൽക്ക്. നീ എന്തിനാ എൻ്റെ അടുത്തോട്ട് വരുന്നത്? അതിന് എനിക്ക് ഫീലിങ്സ് ഉള്ളൊരു മണ്ണാങ്കട്ടയില്ല. നിന്നോട് ഞാൻ പറഞ്ഞു അടുത്തേക്ക് വരണ്ട, മാറി നിൽക്കാൻ. ഫീലിങ്സ് ഇല്ലേ? എന്നിട്ടെന്താ നീ ഇങ്ങനെ കിടന്ന് വിയർക്കുന്നേ? ചേറ് തട്ടരുത്. എൻ്റെ നടുവ് ഒന്ന് എഴുന്നേറ്റ് മാറുമോ? ഇപ്പം മാറാം. സോറി, ഞാൻ അറിയാതെ. സോറി. ഈശ്വര, എൻ്റെ നടുവ്. സോറി, ഞാൻ അറിയാതെ ആ ചേറിത്തട്ടി വീണപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയതാ. സോറി. അവൻ്റെ ഒടുക്കത്തൊരു സോറി. മനുഷ്യൻ്റെ നടുവും കളഞ്ഞ്. നീ ഫസ്റ്റ് ഷർട്ട് എടുത്തിട്ടേ. നീ ഇവിടെ വല്ല ബോഡി ഷോ നടക്കുന്നുണ്ടോ? നിൻ്റെ ഷർട്ട് ഊരി. മനുഷ്യന് അല്ലെങ്കിൽ തന്നെ ഇവിടെ കൺട്രോൾ ചെയ്തിരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഷർട്ടും കൂടെ ഓടി കിസ്സും. ഇപ്പം തന്നെ ഇടാം. എനിക്ക് ചൂടെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഷർട്ട് ഊരിയത്. ഞാൻ ഇപ്പം തന്നെ ഇടാം. ഒന്ന് വേഗം ഇട്. എന്ത് ഹോട്ട് ബോഡിയാ. ഇപ്പം എങ്ങനെയുണ്ട് നടുവിന്? നടുവ് ശരിക്കും പോയോ? ഇപ്പം കുഴപ്പമില്ല. പിന്നെ നിൻ്റെ ചുണ്ട് നന്നായിട്ട് ബ്ലീഡ് ചെയ്യുന്നുണ്ടല്ലോ. അത് പിന്നെ നമ്മളിപ്പോൾ കിസ് ചെയ്തില്ലേ, അത് ബ്ലീഡിങ്. പിന്നെ നിൻ്റെ ലിപ്പിൽ നിന്ന് ചോര വരുന്നുണ്ടല്ലോ. ആണോ? അത് എൻ്റെ ചോരയല്ല, നിൻ്റെ ചുണ്ടിൽ ചോര കിസ് ചെയ്തപ്പോൾ പറ്റിയതാ.
ഹലോ. ഹലോ സാർ. എന്തായി കാര്യങ്ങൾ? അവനെ തീർത്തോ? ഇല്ല സാർ, അവൻ മിസ്സായി. എന്ത് മിസ്സായെന്നാ? പിന്നെ നീയൊക്കെ എന്തിനാ അങ്ങോട്ട് ഉണ്ടാക്കി പോയത്? നീ ഇവിടുന്ന് പോയപ്പോൾ നിൻ്റെ ഡയലോഗ് അതൊന്നും അല്ലായിരുന്നല്ലോ. അവന് നിൻ്റെ കൈ കിട്ടി അങ്ങ് ഉണ്ടാക്കി കളയുമെന്നായിരുന്നല്ലോ. എന്നിട്ടിപ്പം മിസ്സായത്രേ. ഇത് സാർ, ഞങ്ങൾ കോളേജ് മൊത്തം വളഞ്ഞതാ. പക്ഷേ അവനെ എവിടെ തപ്പിയിട്ടും കണ്ടില്ല. പക്ഷേ അവൻ ഇത് മുൻകൂട്ടി അറിഞ്ഞ് രക്ഷപ്പെട്ട് കാണും. ഓ, ഇനി ഇതുവല്ല അവൻ ആ തന്തപ്പടിയോട് ചെന്ന് പറഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ. ആ തന്തപ്പടി അവൻ്റെ പാർട്ടിക്കാരും നമ്മളാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബാക്കി വെച്ചേക്കില്ല. എന്തായാലും ഇന്ന് രാത്രിക്കുള്ളിൽ അവനെ പിടിച്ചിരിക്കണം. ശരി സാർ. പിന്നൊരു കാര്യം, അവനെ കൈ കിട്ടിയാൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നിൽക്കണ്ട, സ്പോട്ടിൽ തന്നെ തീർത്തേക്ക്, കേട്ടല്ലോ? ഓക്കെ സാർ. ദേഷ്യം വരുന്നുണ്ട്. ഫോണും സ്വിച്ച് ഓഫായി. ഇത് സമയത്താണ് ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കാൻ തോന്നിയത്. എന്തു പറ്റി? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാനാ? ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നു. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. നിൻ്റെ കയ്യിൽ ഫോണില്ലേ? നിൻ്റെ ഫോണും തന്നെ. എനിക്ക് അവന്മാരെ ഒന്ന് വിളിക്കാനാ. നമ്മൾ ഇവിടെ ഉള്ള വിവരം അവന്മാരെ വിളിച്ച് പറഞ്ഞാൽ അവരും നമുക്ക് തുറന്നു തരുമല്ലോ. പിന്നെ പ്രശ്നമില്ലല്ലോ. എന്തായാലും ഇത്രയും സമയമായല്ലേ, ഗുണ്ടകളൊക്കെ എന്തായാലും പോയി കാണും. തുറന്നു തരാനോ? പക്ഷേ ഞാൻ ഫോൺ എടുത്തില്ല. ആ പ്രതീക്ഷയും കളഞ്ഞു. നിനക്കിങ്ങോട്ട് വന്നപ്പോൾ ആ ഫോണൊന്നും എടുത്തുകൊണ്ട് വന്നുകൂടായിരുന്നോ? പിന്നെ വരുമ്പോൾ ഫോണും ബാഗും ഒക്കെ എടുത്തുകൊണ്ട് വരാൻ ഞാൻ ഇവിടെ ടൂറിന് വന്നതല്ലേ. നിനക്കെന്താ വല്ല ഓന്തിൻ്റെ സ്വഭാവമാണോ? അറിയാനായിട്ട് ചോദിക്കുക. കാരണം കുറച്ച് മുമ്പ് നീ തന്നെയാണ് എൻ്റെ അടുത്ത് സോറിയൊക്കെ പറഞ്ഞ് ഭയങ്കര സിമ്പതിയിലൊക്കെ സംസാരിച്ച് വന്നേ. പെട്ടെന്നല്ല നിൻ്റെ സ്വഭാവം മാറിയത്. നിന്നെ രക്ഷിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ നിന്നെ രക്ഷിക്കാൻ വന്നതുകൊണ്ടാണ് ഞാനിവിടെ കുത്തിയിരിക്കേണ്ടി വന്നേ. അതും എൻ്റെ കാര്യത്തിനൊന്നുമല്ല, നിന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രം. അപ്പം ഞാനും കുറേ നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നില്ലേ. അപ്പം എനിക്കില്ലാത്ത പ്രശ്നം എന്താ നിനക്ക്? നിന്നെ രക്ഷിച്ചു എന്നുള്ള കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് നന്ദി പറയണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ കുറ്റപ്പെടുത്താതിരുന്നൂടെ? സോറി, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞതാ. നിൻ്റെ സോറിയൊന്നും എനിക്ക് വേണ്ട. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ ആ സിറ്റുവേഷനിൽ എന്നെ നീ രക്ഷപ്പെടുത്തുമായിരുന്നു? അത് അങ്ങനെ ചോദിച്ചാൽ നീ വെറുതെ പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. അതിൻ്റെ ആൻസർ എനിക്കറിയാം. നീ എപ്പോഴും എന്നെ ഒരു ശത്രുവായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാനൊരിക്കലും നിന്നെ ഒരു ശത്രുവായിട്ട് കണ്ടിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് മീറ്റ് ചിലപ്പോൾ ഒരു വഴക്കിലായിരിക്കാൻ തുടങ്ങിയത്. പക്ഷേ അപ്പോഴും എനിക്ക് നിന്നോടൊരു ശത്രുതയും തോന്നിയിട്ടില്ല. നമ്മൾ പലർക്ക് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടും വഴക്കിട്ടിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഞാനൊരു സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഒരു ശത്രുത തോന്നുന്ന വിധത്തിൽ നമ്മൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ അറിവിലില്ല. പിന്നെ നിനക്ക് വേറൊരു സംശയം ഉണ്ടാകാം. ഞാനല്ലേ എപ്പോഴും നിന്നോട് വഴക്കുണ്ടാക്കിക്കൊണ്ട് വരുന്നേ. അതിൻ്റെ കാരണം എനിക്ക് നിന്നോട് ശത്രുത ഉള്ളതുകൊണ്ടല്ല. മറിച്ച് നീയായിട്ട് വഴക്കിടുമ്പോൾ എനിക്കെന്തോ ഒരു പ്രത്യേക ഫീലാണ്. അതെങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. നീ ദേഷ്യപ്പെടുമ്പോൾ ചുവന്ന് വരുന്ന 2 കവിളും, പിന്നെ ദേഷ്യത്തിൽ എന്നോട് സംസാരിക്കുമ്പോൾ പുറത്തേക്ക് ചാടി വരുന്ന മുയൽപ്പല്ലും, ദേഷ്യം കൊണ്ട് വിറയ്ക്കുമ്പോൾ പുറത്തേക്ക് തള്ളി വരുന്ന ഉണ്ടക്കണ്ണും, അതൊക്കെ കാണുമ്പോൾ എനിക്കെന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. അത് കാണാനാണ് ഞാൻ നിന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നത്. അത് നിനക്കൊരു ഇറിറ്റേഷനാണെന്ന് എനിക്ക് മനസ്സിലായത് അന്ന് നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ ദിവസമാണ്. നീയാണ് എൻ്റെ ബൈക്കിൻ്റെ ബ്രേക്ക് പൊട്ടിച്ചു വിട്ടതെന്ന് എനിക്കത് മനസ്സിലായായിരുന്നു. കാരണം എൻ്റെ ബൈക്കിൻ്റെ ബ്രേക്ക് പൊട്ടിച്ചു വിടാൻ മാത്രം ധൈര്യം അത് ഈ കോളേജിൽ നിനക്ക് മാത്രമാണെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ നീ എനിക്കിട്ട് വെക്കുന്ന ഓരോ പാരയും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അറിഞ്ഞോ അറിയാതെയോ മനു വന്ന് ഏറ്റുവാങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ കാണുമ്പോൾ എൻ്റെ മനസ്സ് നീറുമായിരുന്നു. കാരണം നിനക്ക് എന്നോട് എത്രമാത്രം ശത്രുതയുണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ എത്രമാത്രം കൊതിച്ചിട്ടുണ്ടെന്നോ നിന്നോട് ഇങ്ങനെ അടുത്തിരുന്ന് ഇതെല്ലാം തുറന്നു പറയാൻ, നമ്മുടെ ശത്രുത മാറ്റാൻ. എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു, നിൻ്റെ ഫ്രണ്ട്ഷിപ്പ്. അതിനു വേണ്ടിയാണ് നീ അകന്നു പോകുമ്പോഴും ഞാൻ നിന്നെ ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്യാൻ വരുന്നേ. പക്ഷേ നീ അതൊക്കെ ഒരു എൻ്റെ ശത്രുത കൊണ്ട് ചെയ്യുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചു. അതൊക്കെ ഒരു റിവെഞ്ചായിട്ടെടുത്തു.
ഇനി ഈ കോളേജിൽ നമുക്കിനി അധികം നാളുകളില്ല. നമ്മുടെ ലാസ്റ്റ് വർഷമാണ്. ഇനിയെങ്കിലും നിനക്ക് എന്നോടുള്ള വഴക്കും ശത്രുതയും റിവഞ്ചും എല്ലാം മാറ്റി നമുക്ക് ഒന്നായിക്കൂടെ? ഐ ആം റിയലി സോറി. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. നീ എൻ്റെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് എനിക്കൊട്ടും അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു നിനക്ക് എന്നോട് ശത്രുത ഉള്ളതുകൊണ്ടായിരിക്കും നീ എപ്പോഴും എൻ്റെ അടുത്ത് വഴക്കിട്ടുകൊണ്ട് വരുന്നതെന്ന്. അത് ഞാനും അങ്ങനെയൊക്കെ നിന്നെ അപായപ്പെടുത്തണമെന്ന് കരുതിയിട്ടല്ല ഞാൻ അത്തരം പണിയൊക്കെ നിനക്ക് വെച്ചത്. നീ എപ്പോഴും എന്നെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര ടോർച്ചറായിട്ട് തോന്നി. അതാ സോറി. നമുക്കിനി നല്ല ഫ്രണ്ട്സാകാം. പഴയതെല്ലാം മറന്ന് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് അടിച്ചു പൊളിക്കാം. എന്താ, ഓക്കെ ആണോ ഫ്രണ്ട്? ആ റിയലി? നീ കള്ളം പറയുന്നല്ലോ, സത്യമല്ലേ? ഞാൻ സത്യം പറഞ്ഞതാ ഫ്രണ്ട്സ്. യെസ്, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ ഓക്കെ. സോറി, ഞാൻ പെട്ടെന്ന് എക്സൈറ്റ്മെൻറ്റിൽ അറിയാതെ കെട്ടിപ്പിടിച്ച് പോയതാ. സോറി. ഓക്കെ.